അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും വിഷുദിനാശംസ നേരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ വിഷുവിന് ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. അവിടെ പോയി കേട്ടോ, മുണ്ടിയേരിമേൽ എൻ്റെ പൊന്നു അച്ഛന്മാരെ അവിടെ നിന്നിരിക്കാനായിട്ടുള്ള ഇടയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരക്ക് കാരണം തന്നെ ക്യൂ നിന്നാണ് വഴിപാടിനെല്ലാം ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി വന്നു കേട്ടോ. അപ്പോൾ അമ്മപ്പന് 1 രൂപ കൈനീട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കൈനീട്ടം അമ്മച്ചി എൻ്റെ പേഴ്സിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. ഈ പൈസ എല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടതെന്നും ഈ 1 രൂപ തൊട്ട് ഒരു കാരണവശാലും കളയരുതെന്നും പറഞ്ഞു കേട്ടോ. അച്ഛന്മാരെ ഓരോ ആൾക്കാരുടെ വിശ്വാസമല്ലേ, ഞാൻ അതുപോലെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാപ്പിയുടെ ഉച്ചയൂണും ചേച്ചിപ്പൻ്റെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കെട്ടിയോടെ ഫോട്ടോ എടുത്ത് രസിക്കുമായിരുന്നു ചേട്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടത് രണ്ടുപേരും ചമ്മി വെളിയിലോട്ട് ഇറങ്ങി വന്നേ. ചേട്ടായി അകത്തോട്ടും കയറിപ്പോയി. പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. രണ്ടുപേരെയും പൊന്നു പോലാണ് അളിയന്മാർ നോക്കുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളും ഞങ്ങൾ വരാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. ഇന്ന് അമ്മായിക്കുള്ള ഉമ്മ മസ്റ്റാണ്, അല്ലെങ്കിൽ അമ്മായിക്ക് കയറുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ അറിഞ്ഞും മുറിഞ്ഞ ഉമ്മ തരും കേട്ടോ. പിന്നെ ചേച്ചിപ്പെണ്ണ് നല്ലൊരു കുക്കാണ്. അവളുണ്ടാക്കി തരുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇളയ ചേച്ചി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അവളുണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് വിശേഷങ്ങൾ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഡ്രസ്സ് എല്ലാവർക്കും എടുത്ത് അളിയൻ തരും കേട്ടോ. അത് വലിയൊരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ അളിയനെ മൂത്തലീനും ഒക്കെ വന്നു കഴിഞ്ഞ പിന്നാണ് ഞാൻ സത്യത്തിൽ ഡ്രസ്സ് കാണാൻ തുടങ്ങിയത് തന്നെ. പൊന്നു കിട്ടിയ സാരിയാണ് കേട്ടോ. ആ ഇഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷം മുഖത്ത് കാണാനും ഉണ്ട്. വലിപ്പമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടം അധികമൊന്നും കിട്ടാറില്ലായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് കൈനീട്ടം കിട്ടുമായിരുന്നു. എല്ലാം കൂടെ 10-100 രൂപ കാണുള്ളായിരുന്നു. ഇന്ന് ആദ്യം കിട്ടിയ കൈനീട്ടമാണ് കേട്ടോ ഇത്. ചേട്ടായി തന്നാണ് 500 രൂപ തന്നു. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ. അവിടെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട് പോയി കേട്ടോ, ഇലയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 ദിവസത്തെ ഇലയും കൊണ്ട് ഞാനും അമ്പനും കൂടെ തിരിച്ചു വരുവാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്കും ചോറിനാറായി കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കരിക്കെല്ലാം കുടിച്ചു. അപ്പോൾ വിഷുവിന് സദ്യ ആയതുകൊണ്ട് തന്നെ നോൺ വെജിൻ്റെ ഒരു ഐറ്റം പോലും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിലും ആ ഒരു ദിവസം ഞാൻ അതൊന്നും കഴിക്കത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും വെക്കാറുമില്ല കേട്ടോ. ചേച്ചിപ്പെണ്ണും അളിയനും അവിടുത്തെ അമ്മയും കൂടാണ് ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. വിശന്നിരുന്ന കാരണം ഉണ്ടല്ലോ നല്ലവണ്ണം ഫുഡ് കഴിക്കാൻ പറ്റിയ കേട്ടോ. ശേഷ ദിവസങ്ങളിൽ തന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് വിശപ്പേ ഉണ്ടാകുന്നതല്ല. പക്ഷേ ഇന്ന് എനിക്ക് നല്ല വിശപ്പായിരുന്നു, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടായി ഉണ്ടാക്കി കടലപ്പരിപ്പ് പായസം ആയിരുന്നു കേട്ടോ. ഒട്ടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മച്ചാന്മാരെ. ഒരടപ്രഥമം കഴിക്കുന്ന അതേ ഫീലായിരുന്നു കേട്ടോ. ഞാൻ പപ്പടവും പഴവും പായസവും എല്ലാം കൂടെ ഒന്നിച്ചാണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ സ്വാദിഷ്ടമേറിയ സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണവും പിന്നെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണവും എല്ലാം കാരണം ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ ആക്സിഡൻറ്റിന് ശേഷം എങ്ങും പോകാത്തതുകൊണ്ട് തന്നെ കുടുംബത്തോട്ടിരുന്ന് ഉച്ചയൂണും എല്ലാം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുണ്ട്, ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചങ്കുകളും വിഷു ആഘോഷിച്ചെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലത്.